അതെ, വളരെ ഷോക്കിംഗ് ആണ്. പിന്നെ കേട്ടപ്പോൾ തൊട്ട് ഞങ്ങളൊക്കെ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ തന്നെ MLA അവരൊക്കെ ഉണ്ട്. അപ്പോഴേക്കൊക്കെ വേഗം കൂടുതൽ ആരൊക്കെയാണെന്നൊക്കെയുള്ള വിവരങ്ങളൊക്കെ കിട്ടി. പിന്നെ ഇപ്പോ അപകട സ്ഥലത്ത് അവിടെ പോലീസ് ഓഫീസർമാർ പാലക്കാട് SP ആയിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. അവരൊക്കെ കാര്യങ്ങളൊക്കെ ഇപ്പോ 3 പേരെ പിന്നെ മറ്റേ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട്, കോയമ്പത്തൂര്. പിന്നെ ഈ ബാക്കിയുള്ളവര് മരിച്ചവര് പിന്നെ അവിടെ ഇതായിരിക്കുന്നു. ഇപ്പൊ രാത്രി തന്നെ കാര്യങ്ങൾ നടക്കുമോ എന്ന് അറിയില്ല എന്നാ പറഞ്ഞത്. അവർ ട്രൈ ചെയ്യുന്നുണ്ട് അധികൃതരായിട്ട് അവിടെ. എന്തായാലും വളരെ പിന്നെ അപ്രതീക്ഷിതവും ദാരുണവുമായ ഒരു സംഭവമല്ലേ. അതിന്റെ ഒരു ഷോക്കിലാണ്. നാട് മുഴുവൻ ഭയങ്കര ഷോക്കായി പോയി. പാവപ്പെട്ട സ്ത്രീകളും എല്ലാം കൂടി ഒരു ഒഴിവ് കിട്ടിയപ്പോ പോയതാണ്. എന്താ ചെയ്യാ, വല്ലാത്തൊരു ഞെട്ടലുണ്ടാക്കുന്ന സംഭവമായി പോയി. ഒരു കാര്യം, ഇപ്പൊ ഞങ്ങൾ അവിടെ സ്കൂളിന്റെ മുന്നിൽ നിന്ന് മഹേഷ് സംസാരിക്കുകയായിരുന്നു. ഇന്ന് രാവിലെ ഒരു യാത്ര പോകുമ്പോൾ അവർക്കൊപ്പം പോകാനിരുന്നൊരു അധ്യാപകൻ, അദ്ദേഹത്തിന് എന്തോ ഒരു വയ്യായിക കൊണ്ട് പോയില്ല. അദ്ദേഹത്തിന് ജീവൻ രക്ഷപ്പെട്ടു എന്നതല്ല, ഒപ്പം ഉണ്ടായിരുന്നവർ ആരും കൂടെ ഇല്ല എന്നുള്ളൊരു വലിയ നടുക്കമാണല്ലോ മുന്നിലുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ അവിടെ പൊള്ളാച്ചിയിൽ നിന്ന് സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്ന ഇന്ന് കാര്യങ്ങൾ നടക്കില്ല, രാവിലെ പോസ്റ്റ്മോർട്ടം ഒക്കെ നടക്കും. ഇത്രയും പേരുടെ ഉണ്ടല്ലോ. അപ്പോൾ നാളെ ഉച്ചയ്ക്ക് ശേഷമൊക്കെ നാട്ടിലേക്ക് വന്ന് ഖബറടക്കം അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ? അതായിരിക്കുള്ളൂ. കാരണം ഞാനിപ്പോ ജസ്റ്റ് 5 മിനിറ്റ് മുമ്പ് പാലക്കാട് പിന്നെ SP ആയിട്ട് സംസാരിച്ചേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞ അത് തന്നെയാണ്. ഇന്ന് നടക്കുന്ന കാര്യം പിന്നെ സംശയമാണ്. അതായത് സമയമെടുക്കും കുറച്ച്. എന്തായാലും ഇവിടെ എത്തുമ്പോഴൊക്കെ എന്തായാലും നാളെ ആവും തന്നെയാണ് കരുതുന്നത്. നാട് മുഴുവൻ മരവിച്ചിരിക്കുക. അവിടെ ഞാനിങ്ങനെ നിരന്തരം അവിടെയുള്ള ജനപ്രതിനിധികളും ബാക്കിയുള്ളവരും സംസാരിച്ചുകൊണ്ടിരിക്കുക. ആർക്കും ഒന്നും ആരെയും ആശ്വസിപ്പിക്കാൻ വയ്യ. അത്ര വല്ലാത്തൊരു വിഷയമായി പോയി.